തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ ബിജെപിയുമായി കൈകോർത്ത് കോൺഗ്രസിന്റെ രാജിനാടകം. കോൺഗ്രസിന്റെ 8 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് വിമതയായി ജയിച്ച ടെസ്സിയെ മുന്നിൽ നിർത്തിയാണ് ബിജെപി കോൺഗ്രസ് സഖ്യം ഭരണത്തിലെത്തിയത്. സംഭവത്തിൽ 2 പ്രാദേശിക നേതാക്കളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കി. നാടകീയ നീക്കമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായത്. മറ്റത്തൂരിൽ LDF-ന് 10ഉം UDF-ന് 8ഉം 2 കോൺഗ്രസ് വിമതരും 4 BJP അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP-യുമായി ചേർന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച 8 പേരുടെയും വിമതരായി മത്സരിച്ച ഒരു സ്വതന്ത്രന്റെയും 4 BJP അംഗങ്ങളുടെയും വോട്ടുകൾ നേടി കോൺഗ്രസ് വിമതനായി ജയിച്ച ജോസ് പ്രസിഡന്റായി. വൈസ് പ്രസിഡന്റായി UDF-ന്റെ അംഗമായിരുന്ന നൂർജഹാൻ നവാസും വിജയിച്ചു. DCC സെക്രട്ടറിയായ TN ചന്ദ്രൻ ഇത്രയും നാൾ കോൺഗ്രസുകാരെ വിറ്റ് കാശ് മേടിക്കുന്ന പരിപാടിയായിരുന്നു. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഈ DCC സെക്രട്ടറി TM ചന്ദ്രനും ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റും അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ്. കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര അംഗത്തെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ LDF നീക്കം നടത്തുന്നതിനിടയിലാണ് നാടകീയ നീക്കവുമായി കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP-യുമായി സഖ്യമുണ്ടാക്കിയത്. സംഭവത്തിൽ DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇരുവരുടെയും നേതൃത്വത്തിലായിരുന്നു BJP കൂട്ടുകച്ചവടം എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വോട്ടുകൾ നേതാക്കൾ BJP-യിലേക്ക് മറിച്ചെന്നും നേതൃത്വം വിലയിരുത്തുന്നു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.